എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല. ഇതാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ഒഴിവാക്കി. RBIയുടെ സമീപനം കൂടുതൽ ഉദാരമായി. നികുതി നിരക്ക് കുറച്ചു. ഇവയാണ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അടുത്തത്, പണനയത്തിന്റെ ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് ഉൾപ്പെടാത്തത്. പണനയത്തിന്റെ ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം. ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം. ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ: നബാർഡ് ഉൾപ്പെടുന്നുണ്ട്. വാണിജ്യ ബാങ്കുകൾ ശരിയാണ്. ഭൂവികസന ബാങ്കുകൾ ശരിയാണ്. സ്വയം സഹായ സംഘം ശരിയാണ്. ഏതാണ് ആൻസർ? 1, 2, 3, 4 എന്നിവ ഡി ആണ് ആൻസർ. വ്യക്തിയെ തിരിച്ചറിയുക. 1893 കൽക്കട്ടയിൽ ജനനം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാഖ്യ എന്ന ജേണൽ ആരംഭിച്ചു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ആൻസർ ഏതാണ്? PC മഹൽനോബിസ് ആണ്. PC മഹൽനോബിസ്. 1893 കൽക്കട്ടയിൽ ജനനം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാഖ്യ എന്ന ജേണൽ ആരംഭിച്ചു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു PC മഹൽനോബിസ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് മൊറാദാബാദ്. ശരിയാണ്. ഇന്ത്യൻ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശരിയാണ്. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ച ബാങ്കാണ് ബാർക്ലേസ് ബാങ്ക്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്കാണ് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് മൊറാദാബാദ്. ഇന്ത്യൻ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ച ബാങ്കാണ് ബാർക്ലേസ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്കാണ് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. ഏത് സംസ്ഥാനത്താണ് ഇട്ടാവ പദ്ധതി നടപ്പാക്കിയത്? ഏത് സംസ്ഥാനത്താണ് ഇട്ടാവ പദ്ധതി നടപ്പാക്കിയത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ജെയിംസ് വിൽസൺ. ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ഭാഷ. ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ഭാഷ ഉറുദു ആണ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക. കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി? വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്. അത് ശരിയാണ്. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക. അതും ശരിയാണ്. കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. ഇതും ശരിയാണ്. ആൻസർ ഏതാണ്? 1, 2, 3 എന്നിവ ശരിയാണ് എന്നതാണ് ആൻസർ. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല എന്നതാണ്. സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ഒഴിവാക്കി. RBIയുടെ സമീപനം കൂടുതൽ ഉദാരമായി. നികുതി നിരക്ക് കുറച്ചു. പണനയത്തിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസിയുടെ ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നത് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം. ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ
നബാർഡ്, വാണിജ്യ ബാങ്കുകൾ, ഭൂവികസന ബാങ്കുകൾ, സ്വയം സഹായക സംഘം 1, 2, 3, 4 എന്നിവ. വ്യക്തിയെ തിരിച്ചറിയുക. 1893 കൽക്കട്ടയിൽ ജനനം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാഖ്യ എന്ന ജേർണൽ ആരംഭിച്ചു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു PC മഹൽനോബിസ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് മൊറാദാബാദ്. ഇന്ത്യൻ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ച ബാങ്കാണ് ബാർക്ലേസ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്കാണ് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. എല്ലാം ശരിയാണ്. ഏത് സംസ്ഥാനത്താണ് ഇട്ടാവ പദ്ധതി നടപ്പാക്കിയത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ജെയിംസ് വിൽസൺ. ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ഭാഷ ഉറുദു. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. പ്രസ്താവനകളിൽ ഏതാണ് ശരി? വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്. ശരിയാണ്. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറുക. ശരിയാണ്. കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. ഇതും ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ് എന്നതാണ് ആൻസർ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.